ഇന്ത്യൻ സൈബർ സെക്യൂരിറ്റിയുടെ ഇതാരാണെന്നറിയാമോ? ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഇത് കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇപ്പൊ നമ്പർ 1 ട്രോള്. വിശാഖും കളിക്കുന്നുണ്ട്. വിശാഖിന് ബോധം വേണ്ടേ? അതെ, എന്താ പടം? ഇത് മെനല്ല. ഇങ്ങനെ പോയി നോക്കുമ്പോ എന്റെ അടുത്ത് എന്താടാ കൊച്ചർക്ക? ചേച്ചിക്ക് ബുദ്ധിപരമായ ഉത്തരവാണ് വേണ്ടത്. ഈ ധ്യാന ഉത്തരം മതി. മുപ്പത്തഞ്ച് വർഷമായോ സിനിമയിൽ വന്നിട്ട്? കൂടുതലായില്ലേ? 36 1988 അല്ലേ അവരൻ? അതെ, 36 വർഷം. 36 വർഷമായി. ഇപ്പൊ അങ്ങോട്ട് കുറഞ്ഞിരിക്കുന്നു വയസ്സും. അങ്ങനെയാണോ? 36. സന്തോഷം. ഈ ഗെയിമായിരിക്കണോ? 35 വർഷത്തിലുണ്ടല്ലോ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ഓർമ്മയുണ്ട് പണ്ടൊരു ഇന്റർവ്യൂവിൽ താങ്കൾ എന്നോട് തന്നെ പറഞ്ഞത്, ഒരുപാട് കാലം മുമ്പ്, അതായത് എപ്പോഴെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ ഈ പത്മരാജൻ സാറായിരിക്കണം ഒന്ന് തട്ടി മേലോട്ട് വിടും എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനത്തെ ഘട്ടങ്ങൾ വന്നിട്ടുണ്ടോ? അതോ എങ്ങനെയായിരുന്നു പിന്നെ അങ്ങനെ ഒരു പ്രോസസ്സിൽ? ഒരു ഗുരുനാഥൻ, നമുക്ക് എന്ത് കാര്യം പറയാൻ പറ്റുന്ന ഒരു ഗുരുനാഥനായിരുന്നു സാറ്. സാറ് പോയി പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് പറയാൻ വേറെ ആളുണ്ടായിട്ടില്ല. എന്നാലും അന്നത്തെ കാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചതായിട്ടുള്ള മലയാളത്തിലെ ഡയറക്ടേഴ്സ് മുഴുവൻ എന്നെ റിപ്പീറ്റ് ചെയ്തു. അത് തന്നെ ഏറ്റവും ഭാഗ്യം. എല്ലാവരും 10-15 സിനിമകളാണ് റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, ഒരു കഥ കേൾക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഈ ഡയറക്ടേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ അങ്ങനെ പോവില്ലേ. അതാണ് ഒരു 10-20 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതാണ്. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം കിട്ടി. ഇപ്പോൾ മൊത്തം സിനിമ മാറി, പുതിയത്. അപ്പോൾ മറ്റ് ഭാഷകളിൽ കൂടി നല്ലൊരു എൻട്രി കിട്ടി. തെലുങ്കിലും കന്നഡത്തിലും തമിഴിലും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ മണിസാറിൻ്റെയൊക്കെ പടം പറഞ്ഞ പോലത്തെ തെലുങ്കില് നായകനല്ലെങ്കിലും വില്ലനും ഉപനായകനും മറ്റും അതും ഇതും എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും തെലുങ്ക് വായിക്കുന്നത് ബാക്കിൽ എഴുതി വെച്ചിട്ടാണോ അതോ പഠിച്ചോ? മലയാളത്തിൽ എഴുതി വയ്ക്കും. മലയാളത്തിൽ എഴുതി വയ്ക്കും. ചുമരിന്റെ മുകളിലൊക്കെ എല്ലാം. ഇപ്പൊ ഗുണ്ടൂർക്കാരം 12-ാം തീയതി റിലീസാണ്. അപ്പോൾ ഞാൻ പുറകിൽ ഇങ്ങനെ ചുമരിൽ എഴുതി വയ്ക്കുമ്പോൾ മഹേഷ് ബാബു ഒന്ന് വയ്ക്കും, ഇതെന്നെ സാർ, ഇത് മലയാളത്തിൽ ഇന്നതാണ്. ഓഹോ, അത് തന്നെ വാശിങ്, അത് കംപ്ലീറ്റ്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ തമിഴില് ഏതെങ്കിലും വേർഡ് തമിഴും തെലുങ്കുമായിട്ട് മീറ്റർ കറക്റ്റാ. അപ്പോൾ ഇപ്പം അറിയാത്തുണ്ടെങ്കിൽ അത് തമിഴിൽ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ സീൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ. രമ്യ കൃഷ്ണൻ, അവരുണ്ട്, ഇവരുണ്ട്, മഹേഷ് ബാബു ഉണ്ട്, ബാക്കി എല്ലാവരും. സാർ 1 സെക്കൻഡ് ജയറാം സാർ എന്ത് ലാംഗ്വേജിൽ പേശ പോറീങ്ക? മലയാളമാ തമിഴാ? ഞാൻ പറഞ്ഞു 90% തെലുങ്കും 10% തമിഴും മലയാളവും. ശരി, കാരണം അവർക്ക് തിരിച്ചു പറയേണ്ടത് മനസ്സിലാവണ്ടേ. മക്കളുടെ ഈ ഒരു എസ്പെഷ്യലി മോന്റെ സിനിമ ഇതുണ്ടല്ലോ, ജയറാമത് എങ്ങനെ കാണാൻ? എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാറുണ്ടോ കാണാൻ? അതോ ഒന്നുമില്ല? നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ അഡ്വൈസ് ആണ് നമ്മൾ മേടിക്കേണ്ടത്. അവരുടെ സിനിമയാണ്, ഇപ്പൊ അവരുടെ ലോകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ലോകത്തുള്ള സിനിമയിൽ അതിന്റെ ഒരു പാർട്ടാവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവരിൽ നിന്നും പഠിച്ചത് എന്താ? ഇപ്പൊ എല്ലാം കണ്ണൻ്റെ നിന്ന് അവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനിപ്പോൾ അവരോടൊക്കെ ചോദിക്കാം. ഒരു മൊബൈലിൽ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോലും അതല്ലേ ഇപ്പം എല്ലാം. എന്തുണ്ടെങ്കിലും അതിലെ തമാശകളും അതും ഇതിപ്പോൾ എന്നെക്കുറിച്ച് ട്രോള് വരുമ്പോഴൊക്കെ ആദ്യം മക്കളാണ് കൊണ്ട് കാണിക്കുക. അപ്പം ഇന്ത്യൻ സൈബർ സെക്യൂരിറ്റിയുടെ ഇതാരാണെന്നറിയാമോ? ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അപ്പം ഇത് കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇപ്പോൾ നമ്പർ 1 ട്രോള്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കണ. പിന്നെ ഐ തിങ്ക് ഹീസ് എന്താ പറയുക, ഒരു തറവാട്ടിലേക്ക് തിരിച്ചു വന്ന ഫീലിംഗ് ആവല്ലേ വിനീതിന്റെ അടുത്തേക്ക് വരുമ്പോ? ഒരു ഫ്രണ്ട്സ് ഞാൻ അറിഞ്ഞു എന്താ വെച്ചാൽ നിങ്ങള് ഈ ഒരു ഇനിയാണ് ഞാൻ എന്റെ റിസർച്ച് ഓരോന്നെ പുറത്തിടാൻ പോകുന്നത്. അതായത് ഒരു സിനിമ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നിങ്ങൾ എല്ലാവരും തന്നെ ഒരു 3-4 ദിവസം മുമ്പ് ഒരു ക്യാമ്പ് ചെയ്യും വീടുകളിൽ, ഏതെങ്കിലും വീടുകളിൽ. അങ്ങനെ ചെയ്തോ ഈ പ്രാവശ്യം? മൂന്നാറില് ഒരു വീട്ടില് ക്യാമ്പ് ചെയ്തില്ലേ? ഇല്ല, ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്തായിരുന്നു. അയ്യോ, 3 ഷൂട്ട് ഇവന്മാരെല്ലാരും കൂടിയിട്ട് ഇപ്പം ധ്യാനുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് കുറെ ഫുൾ ആർട്ടിസ്റ്റ് വന്നൊരു ഏരിയ. അതായിരുന്നു നിവിനുണ്ടായിരുന്നു, ധ്യാൻ ഉണ്ടായിരുന്നു, അപ്പു ഉണ്ടായിരുന്നു, അജു ഉണ്ടായിരുന്നു, ഫേസൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേര് ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ. ഒരു നഴ്സറി കുട്ടികളെ എക്സ്കർഷന് കൊണ്ടുപോയ ഫീലിംഗ് ആയിരിക്കും, ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളെ. അയ്യോ, ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒരു പൊസിഷനിൽ നിൽക്കൂല. ഒരു മിഡ് റേഞ്ച് ഷോട്ട് വെച്ചിട്ട് പ്രൊഫൈലില് 5 പേരെ നിർത്തിയിട്ട് ഷോട്ട് എടുക്കുമ്പോൾ ഒരാൾ ഓവർലാപ്പ് ആയാൽ നമുക്ക് ആ ഷോട്ട് എടുക്കാൻ പറ്റില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഇവന്മാരുടെ ഈ കളിയാക്കിയതിനിടയിൽ
ഒന്ന് ഫോക്കസ് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ കൈകാലം പിടിച്ചിട്ടാണ് ഷോട്ട് എടുക്കുന്നത്. താങ്കൾ ഇവര് കുറെ ചളവടിക്കുകയോ അല്ലെങ്കിൽ തമാശ പറയും പരസ്പരം കളിയാക്കലും ഒക്കെ നടക്കുമ്പോ താങ്കളുടെ എക്സ്പ്രഷൻ എങ്ങനെയാന്ന് പറയുന്നത് മിണ്ടാതിരുന്ന് എപ്പോ തീർക്കും ചിരിക്കുന്നുണ്ടാവും പക്ഷെ അല്ല നമുക്ക് ഫുൾ കോമഡിയാണ്, അതിന്റെ ഇടയിൽ പ്രഷറും ഉണ്ട്, സമയം പോകുന്നതിനുണ്ട്, പക്ഷെ എൻജോയ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. രാത്രിയാണ് ഏറ്റവും കോമഡി, അതായത് ഫുൾ പാട്ടായിരിക്കും രാത്രി. അപ്പൊ ഞങ്ങൾ മൂന്നാർ ഞങ്ങൾ ഷൂട്ട് ചെയ്ത വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത ഒരു ഹൈറേഞ്ച് ക്ലബിൽ അവിടെ തന്നെ താമസിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് അസല എഴുതി തന്ന പോലെ ഒരു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവര് 9 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകും. പിന്നെ രാത്രി പാട്ട് പാടിയിട്ട് ഉറങ്ങാൻ സമയക്കില്ല, എല്ലാരും കൂടെ അപ്പു അടക്കം. എനിക്ക് ആലോചിക്കാൻ വയ്യാതെ. അപ്പൊ ഈ മറ്റേ വൈകുന്നേരം എന്താ പറയാ നിങ്ങളുടെ ക്രിക്കറ്റ് കളി, ബാഡ്മിന്റൺ കളിയും ടെന്നീസ് കളിയും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാരും ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനും ബേസിയും ഓപ്പോസിറ്റ് ടീമിലാണെങ്കിൽ അടിപിടിയാണ്. അതായത് ധ്യാൻ വിട്ടുകൊടുക്കില്ല. അപ്പൊ ധ്യാനെ ബേസി എടുത്തിട്ട് നീ പോടാ നിന്റെ ഏത് പടം ഓടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്ര പടം ഓടിയില്ലെങ്കിലും ഞാൻ ഇവിടെ നിൽക്കണം, ഞാൻ സ്റ്റാർ ആണ്, നീയൊക്കെ 2 പടം ഓടിയിട്ടില്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് 2 കൂടെ കള്ളക്കളിയുടെ ആശാന്മാരാണ്. അങ്ങനെ പോവും. അപ്പോ നമ്മൾ ഈ ഓക്കെ നമുക്ക് ഈവനിങ് ലൈറ്റിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ. ഇപ്പൊ ഡേ സീനൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ആ ഗ്യാപ്പിലൊക്കെ ഇവന്മാർ ക്രിക്കറ്റുകൾ കാണും. പിന്നെ ഈ ഈവനിങ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ഇവന്മാർ ക്രിക്കറ്റ് നിർത്തിയിട്ട് കൊണ്ടുവരണം. ഒന്ന് വേണാവോ ഒരു ഷോട്ട് എന്തൊരു പുലിവ. അതാ ഈ സിനിമയിലെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ലിറിസിസ്റ്റ്, ആക്ടർ എല്ലാവരും ഉണ്ട്. എല്ലാ ആക്ടേഴ്സാണ് അല്ലേ. ബേസില് ഡയറക്ടറാണ്, അങ്ങനെ അജു പ്രൊഡ്യൂസറാണ്, ധ്യാൻ ഡയറക്ടറാണ്. അപ്പൊ ഈ കംപ്ലീറ്റ് എല്ലാ സിനിമയെ കുറിച്ച് അറിയുന്ന എല്ലാവരും കൂടി ഒരു ഫ്രെയിമിങ് എത്രയും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹാറ്റ്സ് ഓഫ് ടു യു. അല്ല വിശാഖും കളിക്കുന്നുണ്ട്. വിശാഖിന് ബോധം പെട്ടെ എന്റെ അസോസിയേറ്റ്. അതെ, നിങ്ങളെ പരസ്പരം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കണ്ടുമുട്ടലായിരുന്നു. നിങ്ങൾ എങ്ങനെയായിരുന്നു പ്രതികരിക്കുക? നിങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവിയർ? വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുന്ന 2 ഫ്രണ്ട്സ്. എനിക്ക് ഇവനെ കാണാൻ നിങ്ങൾ എന്തിനാ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഞാനാണ് സ്റ്റാർ, നിന്റെ ഏതെങ്കിലും പടം ഓടിയിട്ടുണ്ടോ ചോദിച്ചാൽ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ പെട്ടെന്ന് ഓവർനൈറ്റ് ഇവന്റെ 2 പടം ഓടിയില്ല, 2 പടം ഓടി. ഈ പുച്ഛം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാനാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി അവിടെ നിൽക്കുന്നത്. 2-3 പടങ്ങള് ഹിറ്റായി. അത് ആ സംവിധായകരുടെ കഴിവും ആ കഥയുടെ ഒരു പിൻബലത്തിലൊക്കെ ആ സിനിമ ഓടി. പക്ഷെ ഇവന് റേഞ്ച് ഇല്ല നടൻ എന്നുള്ള രീതിയിൽ. എല്ലാം നോക്കിക്കോ, എല്ലാം സെയിം പെർഫോമൻസ്. എല്ലാം എന്റെ റോൾ ഇവന് കൊടുക്കണ്ടേ. ഇവര് ഒരേപോലെ എല്ലാ പടത്തിലും അഭിനയിച്ചിട്ട് ഇവന്റെ ഒരു പടം ഹിറ്റ് ആവുന്നില്ല. എന്റേത് ഹിറ്റാവെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഒരു വ്യത്യാസമായില്ലേ. പക്ഷെ ഇതിന് ജാനമഞ്ഞിന് മുന്നേയും ഇവന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനു മുന്നേ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതൊന്നും സത്യം ഇവനില്ല ലക്ക്. വിശാഖ് ഇവര് എങ്ങനെയാണ് കൊണ്ടു നടന്നത് 46 ഞങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും ഇല്ലല്ലോ. കഷ്ടപ്പെടുത്തിയില്ലേ? വിനീത് അവിടെ ഇരിക്കുന്നില്ല. 2 കോടി രൂപ വാങ്ങിക്കുന്ന ഇവൻ ഇത്ര ചുമ്മാ 3 കോടി വാങ്ങിക്കുന്ന ഞാൻ 30 ലക്ഷം. 10% സാലറിയിലാണ് നമ്മള് അല്ലേ. സിനിമയില് ഡയറക്ട് ചെയ്യുമ്പോ ധ്യാനം വിളിക്കും? ഒരിക്കലും ഇല്ല. എനിക്ക് ആ സിനിമ മനസ്സമാധാനത്തോടെ ഷൂട്ട് ചെയ്ത് തീർത്ത് വീട്ടിൽ പോവാന്നുള്ള സത്യം പറയല്ലോ. ഞാൻ ഐ എം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. നല്ല സംവിധായകരോട് വരുമ്പോ നമ്മൾ അഭിനയിക്കും, മോശം സംവിധായകരോട് വരുമ്പോ നമ്മൾ മോശമായിട്ട് അഭിനയിക്കും. ഞാൻ ഏറ്റവും മോശമായിട്ട് അഭിനയിച്ച എനിക്ക് തോന്നുന്നു കുഞ്ഞിരാമായണം. എനിക്കത് തീരെ വർക്കായിട്ടില്ല. ഞാൻ കാണുമ്പോൾ ചാനൽ മാറ്റി എനിക്ക് പറഞ്ഞൊക്കെ ഞാൻ ചെയ്തു. ലോകം കണ്ട താങ്കൾ ഈ യൂറോപ്യൻ അങ്ങനത്തെ പല സിനിമകളും ഇതുകൂടെ കണ്ടുവന്ന് വളർന്ന ഒരാളാണ്. അമേരിക്കൻ സിനിമകൾ, യൂറോപ്യൻ സിനിമകൾ, ഇറാൻ അങ്ങനത്തെ പടങ്ങളിലേക്ക് വരുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്തായിരുന്നു ഒരു ചിന്ത? അതെങ്ങനെയായിരുന്നു അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് കയറി വന്നത്? പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഡയറക്ടർ ടഫല്ലേ. എന്താ അറിയണ്ട ചേച്ചിക്ക്? യൂറോപ്യൻ രാവിലെ
യൂറോപ്യൻ സിനിമകൾ ചേച്ചി നമ്മളെ മലയാള സിനിമയല്ലേ ചെയ്യുന്നത്, അതെ. അപ്പൊ നമ്മളെ യൂറോപ്യൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അല്ല ടഫ് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു, ശരി. കാരണം 70s പീരീഡ്സിലെ സിനിമയാണ്. അപ്പൊ ആ 70s ഒരു കോടമ്പാക്കം കഥ പറയുമ്പോൾ താങ്കൾ അത് ക്യാരക്ടറിലേക്ക് എങ്ങനെ അഴുകിപ്പോയി അതെങ്ങനെ മുമ്പിൽ ചോദ്യം ചോദിച്ച് അഴുകിപ്പോയി അഴുകി വീണു. 70s ക്യാരക്ടർക്ക് എങ്ങനെ താങ്കൾ ചേർന്നു? ചേച്ചി നമ്മള് ആ വന്നു കഴിഞ്ഞാൽ ഡയറക്ടർ നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താണോ അത് നമ്മളങ്ങ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അത്ര ചേച്ചിക്ക് ബുദ്ധിപരമായ ഉത്തരവാണ് വേണ്ടത്. ഈ ധ്യാന ഉത്തരം മതി. ഈ ഒരു സിനിമയിലേക്ക് ഒരു ലേണിംഗ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. തമാശയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിനടിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? തമാശകൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ഈ ബിജുവേട്ടന്റെ സെറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സാണ്. ഐ മീൻ സെറ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിജുവേട്ടൻ സെറ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഭയങ്കര സീരിയസ്നെസ് കൊണ്ടിരിക്കുന്നത് ഭയങ്കര. അപ്പൊ നമ്മളായിരിക്കും ഇന്നലെ രാത്രി 4 മണി വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ. രാവിലെ വരുമ്പോ ഒരു ചെറിയ, പക്ഷെ വൈകുന്നേരം ആവുന്നോറും അതിങ്ങനെ മാറി 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 അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ മാറിയിരിക്കാനോ ഒരു വഴക്കെട്ടിരിക്കാനോ ഒരു സാഹചര്യം ബിജുവേട്ടന്. ഇവര് രണ്ടുപേരും കൂടി ചേരുമ്പോ ഒരു വേറൊരു ആ ഒരു സീനിയോറിറ്റിയുടെ ഒരു അതിര് വരുമ്പോ ഇവർക്ക് ബിജുവേട്ടൻ കൊടുത്തിട്ടില്ല, ബിജുവേട്ടന് ആവശ്യമില്ല എന്നെ കൊച്ചിറക്കാന്ന് വിളിക്കുക. ഞാൻ പല സമയത്ത് ഇപ്പൊ ബീച്ചേട്ടന്റെ റൂമിന്റെ ഒരു എക്സ്ട്രാ കീ എന്റെ കയ്യിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. പല ദിവസവും ബീച്ചേട്ടന് ഇപ്പൊ ഷൂട്ടില്ലെങ്കിൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷൂട്ടില്ലാത്ത ദിവസമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ നമ്മുടെ വീട്ടിൽ കാണില്ലേ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്ന് അപ്പൻ്റെ അമ്മയുടെ കൂടെ കയറി കിടക്കണ പോലെ ഞാൻ പോയി എന്റെ റൂമിൽ നിന്ന് വന്ന് തുറന്ന് ബീച്ചറിന്റെ കൂടെ കയറി കിടന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞ് കുറച്ചു നേരം കിടന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുമിച്ച് കഴിക്കും. അപ്പൊ ചില ദിവസം നമ്മൾ കയറി ചെല്ലുമ്പോൾ വേറെ ഒരു 3-4 പേര് പുതച്ച് കിടക്കുന്നുണ്ടാവും. സീരിയസ്ലി. അത് ഈ ബിജു മേനോൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറിനെയാണ് നമുക്കറിയാം. ബിജു മേനോൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു വ്യത്യാസവും ഇതുവരെ സംഭവിക്കാത്തൊരു സുഹൃത്താണ്. അന്ന് മുതൽ എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബീച്ചറിന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഇപ്പൊ എന്റെയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പാമ്പാടി അവരൊക്കെ ഈ പറഞ്ഞ പോലെ ബീച്ചറിന് ഒരാഴ്ച കാണാതിരിക്കാൻ പറ്റൂല. ഒരാഴ്ച കഴിയുമ്പോ ഇവര് എല്ലാവരും എങ്ങനെയും ഒക്കെ തട്ടി തടഞ്ഞ് ലൊക്കേഷനിൽ വരും. അപ്പൊ ഈ തലശ്ശേരിയൊക്കെ ആയതുകൊണ്ട് വന്നാൽ ഒരു 3-4 ദിവസം നിൽക്കാതെ പോകാൻ പറ്റില്ല, അത്ര യാത്ര ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം ഇതുപോലെ ഡോറ് തുറന്ന് കയറുമ്പോ ഗസ്റ്റ് റൂമിൽ ഒരു 2 പേര് എക്സ്ട്രാ ബെഡ് കിടക്കുന്നുണ്ട്, അകത്ത് ബെഡ്റൂമിൽ 2 പേര് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ തലവഴി പുതച്ചാ കിടക്കണം. ഞാൻ ഇങ്ങനെ പോയിട്ട് ഇത് മേനോനല്ല ഇങ്ങനെ പോയി നോക്കുമ്പോ എന്റെ അടുത്ത് എന്താ കൊച്ചിറക്ക ഫൈറ്റ് സീൻ ചോദിക്കണം എനിക്ക് ആവശ്യം. ഇന്നലെ വരെയുള്ള നമ്മുടെ നിമിഷയുടെ സീനല്ലോ നമ്മളിങ്ങനെ OTT-ലായി കാണുന്നേ, എന്നിട്ട് പോലും എഡ്ജ് ഓഫ് ദ സീറ്റ് ആയിരുന്നു ആ സാധനം. അപ്പൊ അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടോ തലവനിലെ? തലവനിൽ അതെല്ലാം ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അതിനകത്ത്. ഈ നമ്മള് ഇന്നലെ വരെ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രഷർ എന്ന് പറയുന്നത് എല്ലാവരും എന്റെ സൈഡിൽ നിന്ന് ഈവൻ സ്റ്റണ്ട് മാസ്റ്റർ ഉൾപ്പെടെ പ്രഷറൈസ് ചെയ്യാണ്. ആസിഫും ആന്റണി പെപ്പയുമായിട്ടാണ് ഫൈറ്റ്. കാരണം ആന്റണി ഉള്ളതുകൊണ്ട് ഫൈറ്റ് വേണം എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പൊ എന്റെ പ്രശ്നം എനിക്കത് വേണ്ട. അത് മറ്റേ പടങ്ങളിൽ കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണാത്തൊരു പരിപാടി ഒരു ആൺ പെൺ ഫൈറ്റ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അത് ഞാൻ അന്ന് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പെപ്പയായിട്ടായിരുന്നു നല്ലത് ഫൈറ്റ്. ഞാൻ ഓടി വരുന്നു, നിമിഷം ഡോറ് തുറന്ന് കയറി വരുന്നു, ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് മാറി നിൽക്കുന്നു. ഇവളെ ഞാൻ ബാക്കിൽ നിന്ന് പിടിച്ച് മറിച്ചിട്ടിട്ട് ഞാൻ ഓടുമ്പോ ഇവളെ എന്നെ ഇങ്ങനെ പിടിച്ച് കാല് തട്ടി പൊക്കി നിലത്തേക്ക് ഇടുന്നുണ്ട്. അപ്പൊ ഞാനിത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഇത് പറയാമോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഒരു സ്ത്രീയാണെന്നുള്ളൊരു കൺസിഡറേഷനിൽ ഞാനിത് വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യുകയും നിമിഷം എന്നെ പൊക്കിയെടുത്ത് ഒരു അടി നിലത്തേക്ക് അടിച്ചു. ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി. അപ്പൊ സോറി കേട്ടോ, ഞാൻ 1 മിനിറ്റ് ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഇവള്
എന്താ മഹാരാഷ്ട്ര ചാമ്പ്യനോ അങ്ങനെ എന്തോ ഉണ്ട് ജൂഡോയില്. അപ്പൊ ഇവള് ഒരു മിനിറ്റ് ഇത് ചാമ്പ്യൻഷിപ്പ് എന്താണോ എന്ന് പറഞ്ഞ് എന്നെ പൊക്കിയെടുത്തത്. പിന്നെ ചേച്ചി ഞാൻ ശരിക്കും ആ ഫൈറ്റിൽ മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചത്. ആ മുടി പിടിച്ച് വലിച്ചതും ഡോറിലടിച്ചതും ഒക്കെ ഞാൻ മനസ്സറിഞ്ഞ് തന്നെ ചെയ്തു. അത് ഞങ്ങൾക്ക് ഇരുന്ന് കണ്ടു വീട്ടിൽ. എനിക്കതിന് അതിന്റെ സൗണ്ട് റെക്കോർഡ് ലൈവായിട്ട് എടുത്തിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു.